അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു നുണയനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് പ്രകാശ് രാജ്. മികച്ചൊരു നടനാണ്. അയാളുടെ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അയാളുടെ അഭിനയവും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് വരെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇവന് അന്ധമായ മോദി വിരോധം തലയിൽ കയറി. വേറൊന്നും കൊണ്ടല്ല തലയിൽ കയറിയത്. ഇവരൊക്കെ ഒരു ക്രിസ്ത്യൻ മിഷണറിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ്. അങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ മോദി വിരോധം വന്നത്. മോദി വന്നപ്പോൾ ഹിന്ദുക്കളൊക്കെ ജാതി മറന്നെല്ലാം ഒന്നാവാൻ തുടങ്ങി. RSS ഭയങ്കരമായിട്ട് ജാതി വെറി അല്ലെങ്കിൽ ജാതി ഭ്രഷ്ടുകൾക്കെതിരെ പോരടിക്കുന്നു. അങ്ങനെ ജാതിപരമായി വേർതിരിച്ച് നിർത്തുകയും അവരെ മതപരിവർത്തനം ചെയ്യുന്നതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇവരൊക്കെ ഒരുപാട് ടെൻഷൻ ആയത്. ഇവരെല്ലാരും കൂടെ ഒരു ദിവസം കഫിയെ ഇട്ടുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപനമുണ്ട്. ഇതാ ഇപ്പോ നമ്മുടെ പിണറായി വിജയൻ സർക്കാരും ദാ വരുന്നു, പലസ്തീന് വേണ്ടി വീണ്ടും ഒരു അയ്യപ്പ സംഗമം പോലെ മറ്റൊരു സംഗമം നടത്താൻ പോകുന്നു. ഇന്നോ ഇന്നലെയോ ആണെന്ന് തോന്നുന്നു, ആഫ്രിക്കയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തി. നിരവധിയായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയിൽ ആക്രമണം നടത്തി, ശ്രീലങ്കയിൽ ആക്രമണം നടത്തി. അപ്പോഴൊന്നും ഇവർക്ക് ആർക്കും പ്രതികരണ ശേഷിയില്ലേ? നീയൊക്കെ എന്ത് മനുഷ്യരാണ് നിങ്ങളൊക്കെ എങ്ങനെയാണോ ഞങ്ങളെ മനുഷ്യത്വം പഠിപ്പിക്കാൻ വരുന്നത്? നീയൊക്കെ എന്ത് വാഴകളാണ്? നിങ്ങൾ ഞങ്ങളെയാണോ മനുഷ്യത്വം പഠിപ്പിക്കാൻ വരുന്നത്? നിങ്ങളൊക്കെ ഒരു പ്രത്യേക സൈഡിലോട്ട് നോക്കി, മതം നോക്കി, വോട്ട് നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള BJP വിരോധം നോക്കി, ഹിന്ദു വിരോധം നോക്കിയൊക്കെ, അല്ലെങ്കിൽ മോദി വിരോധം നോക്കിയൊക്കെ നിങ്ങൾ ചില പ്രത്യേക ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മതേതരത്വം നടത്തുന്ന ഇത്തരം കോപ്രായങ്ങൾ കണ്ടാണോ ഞങ്ങൾ മനുഷ്യത്വം പഠിക്കാൻ? ആണോ? നിങ്ങൾ അങ്ങനെയാണോ ഞങ്ങൾ എല്ലാവരും കരുതുന്നത്? കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ പലസ്തീനിൽ മാത്രമാണ്, യമനിലോ സിറിയയിലോ ബൊക്കോ ഹറാം തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന തീവ്രവാദികളോ, അതും അല്ലെങ്കിൽ ബോംബ് പൊട്ടി ഇന്ത്യക്കുള്ളിൽ മരിച്ചു പോയവരോ, റഷ്യയിൽ മരിച്ചുപോയവരോ, ശ്രീലങ്കയിൽ മരിച്ചു പോയവരോ ഒന്നും മനുഷ്യത്വത്തിന് അർഹതയില്ലാത്തവരാണ്. ഇവർ മാത്രം കുറെ പേര് മനുഷ്യത്വം ഉണ്ടാക്കുന്നവന്മാര്. ഇവന്മാര് കഴിഞ്ഞ 2021 ഒക്ടോബർ 7-ന് ഇസ്രായേൽ കയറി കാണിച്ച തെമ്മാടിത്തരമാണെന്ന് പറയാൻ പോലും നട്ടലില്ലാത്ത, ഉളുപ്പില്ലാത്തവന്മാരെല്ലാം ഇപ്പൊ പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇസ്രായേലാണ് ശരി. ഒരു രാജ്യത്തിലെ പൗരന്മാർ അവരുടെ കാര്യം നോക്കി സമാധാനത്തോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി മതം പറഞ്ഞത് വെച്ചിട്ട് ജൂതന്മാരും അന്യമതസ്ഥരും കൊന്നൊടുങ്ങിയാലേ ലോകത്ത് സ്വർഗം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞിറങ്ങുന്ന തീവ്രവാദികളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെയും ഇതുപോലെ ഇസ്രായേൽ കൈകാര്യം ചെയ്തതുപോലെ ലോകം കൈകാര്യം ചെയ്യും. അതിന് നിങ്ങൾ പിന്തുണ നൽകുന്നത് കണ്ടിട്ട് നിങ്ങളെപ്പോലെ കുറെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സിനിമാ നടന്മാർ, വാഴയ്ക്ക, ചെമ്പ് കോണാനൊക്കെ ഇറങ്ങി നേരിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ചുക്കുമില്ല. ഇവന്മാർ എതിർക്കപ്പെടും. അതിനിപ്പോ യൂട്യൂബിലൂടെ ഇരുന്ന് പറയുന്ന ഞാൻ മാത്രമല്ല, എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും.